നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മകരം എന്ന ഒരു രാശിയെപ്പറ്റി, അതായത് നാച്ചുറൽ സോഡിയാക്കിലെ 10ാം ഭാവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ രാശി ശനിയുടേതാണ്. അതുപോലെ ആ രാശിയിലാണ് വ്യാഴം നീചസ്ഥനാവുന്നതും, അതുപോലെ ഇതേ മകരം രാശിയിലാണ് സൂര്യന് ദിഗ്ബലം വരുന്നതും, മകരത്തിൽ തന്നെയാണ് ചൊവ്വ ഉച്ചത്തിലാവുന്നതും, ഒരു രാശിയിലാണ് നമ്മൾ ശനിയെ കൂർമാവതാരമായിട്ടും അതുപോലെ വാമന അവതാരത്തിൻ്റെ കഥ തിരുവോണവുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒക്കെ പറയുന്നത്. അതുപോലെ ഈ രാശിയിൽ തന്നെയാണ് അവിട്ടം എന്ന വളരെ പ്രത്യേകതയുള്ള നക്ഷത്രമുള്ളതും. അതായത് ഉത്രാടം എന്ന രാജകീയമായിട്ടുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്ന, ധാർമ്മികതയെ സൂചിപ്പിക്കുന്ന സൂര്യൻ്റെ നക്ഷത്രമായിട്ടുള്ള ഉത്രാടമായാലും തിരുവോണമായാലും അവിട്ടമായാലും ഒക്കെയുള്ള ഈ നക്ഷത്രങ്ങളുള്ള ഒരു രാശിയാണ് മകരം എന്നത്. മകരം രാശിയിൽ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴും, മകരം ലഗ്നത്തിൽ ജനിക്കുമ്പോഴും, മകരത്തിൽ വ്യാഴം ഉണ്ടാകുമ്പോഴും അവിടെ വ്യാഴം നീചസ്ഥനാണ്. കൂടാതെ ഉച്ചത്തിലായിട്ടുള്ള ചൊവ്വ മകരത്തിലാണെങ്കിലും സൂര്യൻ മകരത്തിലാണെങ്കിലും, അതായത് നാച്ചുറൽ സോഡിയാക്കിലെ 10ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുമ്പോഴൊക്കെ അത് പ്രത്യേകതയുള്ള ഒരു ജന്മമായിട്ട് നമ്മൾ കാണുന്നു. കാരണം ഒരു ജാതകത്തിൽ 10ാം ഭാവം എന്നത്, കർമ്മം എന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാവമാണ്. ആ രാശിക്കും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ മുൻജന്മ കർമ്മങ്ങളെപ്പറ്റി അറിയാത്തത് കൊണ്ടും, യഥാർത്ഥത്തിൽ എൻ്റെ കർമ്മം എന്താണ് ഈ ജന്മത്തിൽ എന്നതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ പറ്റിപ്പോകുന്നു. മകരത്തിലെ ശനി ലഗ്നാധിപനാവുമ്പോൾ, രാശ്യാധിപനാവുമ്പോൾ, വ്യാഴം ചൊവ്വ സൂര്യനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രഹങ്ങളുടെ രാശ്യാധിപനായിട്ട് അവിടെ മകരത്തിലെ ശനി വരുമ്പോഴും, കുംഭത്തിലെ ശനിയാണെങ്കിലും രണ്ട് പ്രത്യേക സ്വഭാവങ്ങളാണ് ആ രാശിക്കുള്ളതും. ആ ശനിയുടെ ഉദ്ദേശ്യങ്ങളും വ്യത്യസ്തമാണ്. തുലാം രാശിയിൽ ശനി ഉച്ചത്തിലാവുമെങ്കിലും അവിടെയുള്ള ശനിയുടെ ഉദ്ദേശ്യം എന്ത് തരാൻ ആഗ്രഹിക്കുന്നു, അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ട് വന്നു എന്നാണ് ജനറലി അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വ്യത്യസ്തമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, മകരം എന്ന ശനിയുടെ രാശിയിൽ ശനി എന്നത് കുറച്ചവിടെ സ്ട്രിക്റ്റ് ആണ്. ഒരു ശരിക്കും മകരത്തിലെ ശനിയെ, അതായത് നിങ്ങൾ മകരം ലഗ്നം, മകരം രാശി, വ്യാഴം ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ആ മകരത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ന്യായാധീശൻ്റെ റോളാണ്. അതായത് എൻ്റെ ലഗ്നാധിപൻ എന്നത്, അതായത് മകര ലഗ്നക്കാരൻ വിചാരിക്കേണ്ടത് എൻ്റെ ലഗ്നാധിപൻ എന്നത് സിമ്പിളായിട്ടുള്ള ദരിദ്രനായ ശനിയല്ല, രോഗങ്ങളുള്ള ശനിയല്ല, കഷ്ടത തരുന്ന ശനിയല്ല. ഈ ശനി എന്നത് സ്റ്റാറ്റസ് തരാനും പദവി തരാനും, സമൂഹത്തിന് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും, അത് നിങ്ങളൊരു കലാകാരനാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരു ജോലി നേടിയിട്ട് ആ ജോലി ആ സർവീസിലൂടെ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ശനിയാണ് ഈ മകരത്തിൻ്റെ അധിപൻ. മാത്രമല്ല ഇതൊരു ന്യായാധീശനാണിവിടെ. ശരിക്കും എന്ത് നമ്മൾ കർമ്മം ചെയ്യുന്നു അത് ഫലം തരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ശനി എപ്പോഴും റിസൾട്ട് വൈകിയേ തരൂ. അതായത് ഭഗവാന്റെ കൂർമാവതാരവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള റോൾസ് നിർവഹിക്കുക. അപ്പോൾ മകരം രാശിക്കാരൻ, മകരം ലഗ്നക്കാരൻ അല്ലെങ്കിൽ വ്യാഴം മകരത്തിലുണ്ടായിട്ട് അവർ ഒരു ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പകാലത്തെ സംഘർഷങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടുമായിരിക്കാം. കുടുംബ പശ്ചാത്തലമായിരിക്കാം, വിദ്യാഭ്യാസത്തിനായിട്ടോ ആഹാരത്തിനായിട്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കഷ്ടപ്പാട്, അതുപോലെ ഒരുപാട് സ്ട്രഗിൾ. ഒരു ഉയർന്ന പൊസിഷനിൽ എത്തിയ വ്യക്തിയാണെങ്കിൽ പോലും ആ പൊസിഷനിൽ അദ്ദേഹം പാടുപെട്ട കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സംഘർഷങ്ങളുടെ കഥ പറയാനുണ്ടാകും. പലപ്പോഴും ഇവരുടെ കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാറില്ല. അപ്പോൾ ഈ ഒരു ശനിയെ മനസ്സിലാക്കേണ്ടത്, ആ കാലമാണ് ശനി. സമയം, ആ സമയത്തിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ട് കർമ്മഫലം എന്നത് തരും എന്നതാണ്. പക്ഷേ ഇവിടെ ന്യായാധീശൻ എന്നൊരു കാര്യം, ചൊവ്വ ഉച്ചത്തിലാവുന്ന രാശിയാണ് എന്നൊരു കാര്യം, വ്യാഴം നീചസ്ഥനാവുന്നു എന്നൊരു കാര്യം വച്ചിട്ട് മാത്രം, സൂര്യന് ദിഗ്ബലം വരുന്നു എന്നൊരു കാര്യം നമ്മളതിനെ ഉൾക്കൊണ്ട് കർമ്മം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ബെനിഫിറ്റ്സ്, ലാഭങ്ങൾ, ശനി നിങ്ങൾക്ക് ഫലം തരണമെങ്കിൽ 36 കഴിഞ്ഞിട്ട്, 36, 38 അങ്ങനെയുള്ള വയസ്സുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഫലം തരണമെങ്കിൽ, പ്രത്യേകിച്ച് 42 വയസ്സിലൊക്കെ ഒരു ലെവലിലെത്തും എല്ലാ തരത്തിലും. അതായത് ആ ജീവിതത്തിൻ്റെ പകുതി 36 കഴിയുമ്പോൾ ശരിക്കും ഉയരാൻ തുടങ്ങും. അപ്പോൾ അതിനൊരു കാരണം എന്നത് അതുവരെയുള്ള സംഘർഷങ്ങളാണ്. അപ്പോൾ ആരാണ്
മറ്റ് ഇമോഷണൽ ട്രാപ്പിൽ പെട്ടുപോകാതെ കർമ്മം ചെയ്തത് അവർ ഉയർന്ന നിലയിലെത്തും. അതായത് ഇവിടെ ആ ഒരു 7ാം ഭാവം എന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. അതായത് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. നിങ്ങളുടെ 10ാം ഭാവം എന്നത് ശുക്രൻ്റെ രാശിയാണ്, തുലാം രാശി, അതും റിലേഷൻഷിപ്പിൻ്റെ രാശിയാണ്. അതായത് 5ാം ഭാവം എന്നതും ശുക്രൻ്റെ രാശിയാണ്, ഇടവം എന്നത്. അപ്പോൾ പിന്നോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലക്ഷ്യമേ ഇല്ലാതിരുന്നത്, ചെറുപ്പം തൊട്ടേ ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതിന് ഒരു കാരണം എന്നത് ഈ പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളോ അത്തരം അനുഭവങ്ങളോ ആയിരിക്കും. അതായത് ഈ ശുക്രനും ചന്ദ്രനും ഒക്കെ തരുന്ന നിർമ്മല വികാരങ്ങൾ, ഒരാളുടെ പ്രണയം, അത് മനസ്സിൽ സൂക്ഷിച്ചു വച്ചിട്ട് ആ ബ്രേക്കപ്പോ കാര്യങ്ങളോ, അതായത് വ്യക്തികളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മറക്കാതെ വെച്ചിട്ട് വ്യക്തികളെ പിന്തുടർന്നിട്ട് മോഹങ്ങളെ, മോഹമായാലും ലസ്റ്റായാലും എന്താണ് ആ ഒരു ദൗർബല്യം, അതിനെ പിന്തുടരുന്നത് കൊണ്ട് ലക്ഷ്യത്തിലെത്താതെ വന്ന ആൾക്കാരും ഈ ഒരു രാശിയിൽ കാണാം. കാരണം ഇവിടെയുള്ള ആ ഗ്രഹങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. സൂര്യൻ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ, അതായത് അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ ആകസ്മികത, അഷ്ടമം എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻസ് എന്ന് പറയാം. അതുപോലെ സൂര്യൻ ചിങ്ങത്തിൻ്റെ അധിപനായതുകൊണ്ട് പദവി, പൊസിഷൻ, പ്രേമം, കൂടാതെ അധികാരം, ഗവൺമെൻറ്, ഇത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ സന്താനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് പൂർവ്വജന്മ പുണ്യപാപം, അങ്ങനെയുള്ള ആ അഷ്ടമഭാവാധിപനാണ് നിങ്ങളുടെ ആ ഒരു രാശി ദിഗ്ബലം വഹിക്കുന്നത്. ചൊവ്വ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, വളരെയധികം ഫിയേഴ്സ് ആയിട്ടുള്ള, എന്തിനും റെഡി ആയിട്ടുള്ള ആ ചൊവ്വയാണ് ഉച്ചത്തിലാവുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കാതെ, ഈ ഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാതെ, മൈൻഡ് സെറ്റ് തരുന്നത് ആരാണ്? ചന്ദ്രനാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഡിലേ വരും. ജാതകത്തിൽ, ചില ആൾക്കാരുടെ ജാതകത്തിൽ ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മകരം രാശിയിൽ ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ ഇവർ ഈ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധനങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാകും. അത് പ്രണയം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തോട് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് എന്നത് ശനി ഒരിക്കലും ഇത് അനുവദിക്കുന്നില്ല. ശനിയുടെ ലഗ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജാതകത്തിൽ ശനി വളരെ പ്രബലനാവുമ്പോൾ, ഏത് ലഗ്നമാണെങ്കിലും നമ്മുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്നത് ഒരു തടസ്സമാവുകയുള്ളൂ, ഒരു പദവി നേടാനും ഉയർച്ച നേടാനും. മറ്റൊന്ന് 12ാം ഭാവാധിപൻ, 3ാം ഭാവാധിപൻ വ്യാഴമാണ്. അതായത് നിങ്ങൾ ഒരു ജന്മത്തിൽ ഈ ഒരു ധനുവിലൂടെ കടന്നു വന്നിരിക്കുന്നു. ധാർമ്മികത, ആധ്യാത്മികത, പൂജാ പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള അമ്പലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം, റിലീജിയൻ എന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ഒരു ജന്മത്തിൽ നിങ്ങളിപ്പോൾ മകരത്തിൽ എത്തിയിരിക്കുന്നത്, അത് ഏത് ഗ്രഹമാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളോട് വിമുഖതയുള്ള ആൾക്കാരെയും നമുക്ക് ഈ മകരത്തിൽ കാണാം. ഏതെങ്കിലും തരത്തിൽ മതങ്ങളെ എതിർക്കുന്നവർ, ആചാരങ്ങളെ എതിർക്കുന്നവർ, അല്ല നിയമങ്ങളെ വിമർശിക്കുന്നവർ. മകരത്തിൻ്റെ 9ാം ഭാവം ബുധൻ്റെ കന്നിയാണ്. അത് രോഗം, ശത്രു, കടം എന്ന ഒരു ബേസിക് എനർജി ഉള്ള ഒരു ഇതാണ്. മാത്രമല്ല ഈ കന്നി എന്ന് പറയുമ്പോൾ ആ ബുധന് ഈ ക്രിറ്റിസിസം, വിമർശനം, ഓരോ പോയിൻറ്റും തെറ്റുകൾ എടുത്ത് കാണിക്കുക എന്നൊരു ടെൻഡൻസി ഉള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മകരം ലഗ്നം, മകരം രാശി അല്ലെങ്കിൽ വ്യാഴം മകരത്തിലുണ്ടാകുമ്പോഴൊക്കെ, അതുകൂടാതെ ചൊവ്വയാണെങ്കിൽ പോലും സൂര്യനാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത്തരം ജോലികൾ നല്ലതാണ്. തെറ്റുകൾ കണ്ടുപിടിക്കാൻ, എറർ ഫൈൻഡിങ് ആയിക്കോട്ടെ, ഫിനാൻസ്, അക്കൗണ്ട്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ, അധ്യാപനമായിക്കോട്ടെ, പിന്നെ പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയിലെ ആൾക്കാരായിക്കോട്ടെ, അതായത് ഓരോ പ്രായത്തിൽ എന്ത് പഠിപ്പിക്കണം, ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡർ വൈസ് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പക്ഷേ 12ാം ഭാവാധിപനും 3ാം ഭാവാധിപനും വ്യാഴമാവുമ്പോൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ വെറുതെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ്. 6ാം ഭാവം എന്നത്, നിങ്ങളുടെ 6ാം ഭാവം എന്നതും ബുധൻ്റെ രാശി തന്നെയാണ്. 6ാം ഭാവത്തിനൊരു ഫ്ലേവറുണ്ട്, രോഗം, ശത്രു, കടം എന്നത്. അപ്പോൾ വെറുതെയുള്ള സംസാരങ്ങൾ, ഈ ബുധൻ്റെ മിഥുനം എന്ന് പറയുന്നത് വെറുതെയുള്ള സംസാരങ്ങളാണ്. അപ്പോൾ വെറുതെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടും ആൾക്കാരുടെ ഒരു എതിർപ്പ്, ഒരു അനിഷ്ടം നേടാനും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 11ാം ഭാവാധിപൻ ചൊവ്വയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ, കാരണം 11ാം ഭാവം ചൊവ്വ എന്ന് പറയുമ്പോൾ ഇവിടെ വൃശ്ചികമാണ്. ആ വൃശ്ചികത്തിൻ്റെ ആഴം എന്നത് അഗാധമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ജ്ഞാനമോ അവരുടെ പേഴ്സണാലിറ്റിയോ അവരുടെ അസറ്റോ
എന്താണ് ആ ഡെപ്ത് എന്നത്, ഏത് കാര്യത്തിലും ആയിക്കോട്ടെ, അവരുടെ ഡെപ്ത് എന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങളുടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനും അപ്പുറത്തായിട്ടുള്ള കണക്ഷൻസ് നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ ഉണ്ടാകും. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനെ നിങ്ങളുടെ ഒരു ഏത് സമൂഹവുമായിട്ടാണ്, ഏത് ഗ്രൂപ്പുമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത്, അതുകൂടാതെ നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രാശി എന്നത് വൃശ്ചികമാണ്. അതിൻ്റെ ഡെപ്ത് എന്നത് നിങ്ങൾക്കറിയാത്തത് മൂലം അവരെ ഉപദേശിക്കാൻ ചെന്നിട്ടോ അവരുടെ തെറ്റുകൾ എടുത്ത് കാണിക്കാൻ ചെന്നിട്ടോ അത് പിന്നീടൊരു പ്രശ്നമായേക്കാം. കാരണം ഇവിടെ ബുധൻ്റെ രാശികൾ 6ാം ഭാവമായിട്ടും ഭാഗ്യസ്ഥാനമായിട്ട് നാച്ചുറൽ സോഡിയാക്കിലെ രോഗസ്ഥാനം, ശത്രുസ്ഥാനം തരുന്ന കന്യാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ നേരെ വിമർശനങ്ങൾ നടത്തുമ്പോൾ, അതുപോലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക, ഒരു സുഹൃത്താണ് ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഒഫീഷ്യൽ അല്ലാത്തൊരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെ ഗ്രാമർ, അദ്ദേഹം സംസാരിക്കുമ്പോൾ വരുന്ന തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ, കാരണം ബുധനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ മിസ്റ്റേക്സിനെ വളരെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ കഥയിലെ ഈ കഥാപാത്രം ഇങ്ങനെ ആയിരുന്നില്ല ആ സമയത്ത് പ്രതികരിക്കേണ്ടത്, അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ കാര്യത്തിൽ ഇന്ന് പോരായ്മകളുണ്ട്. മറ്റുള്ളവരുടെ സൃഷ്ടി, മറ്റുള്ളവരുടെ ജോലി, മറ്റുള്ളവരുടെ സംസാരത്തിലെയും എഴുത്തിലെയും അപാകതകൾ, അദ്ദേഹം കോമ ഇടാൻ മറന്നിട്ടുണ്ടാവാം, ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറന്നിട്ടുണ്ടാകാം. ആ അപാകതകൾ എന്നത് നിങ്ങളുടെ ഈ 9ാം ഭാവാധിപൻ കന്നിയുടെ ബുധനായതുകൊണ്ടും നിങ്ങളുടെ 6ാം ഭാവാധിപനും ബുധനായതുകൊണ്ടും ഈ വെറുതെ പറയുന്ന കാര്യങ്ങളായാൽ പോലും അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ട് കൊണ്ടുതരും. ഇത് ഡയറക്റ്റ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വരില്ല. തീർച്ചയായിട്ടും ഇത്തരം കർമ്മഫലങ്ങൾ കാണുന്നത് സന്താനങ്ങളിലൂടെയാണ്. അത് മനസ്സിലാക്കാനും കഴിയില്ല. സന്താനങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം, അവരുടെ മാരീഡ് ലൈഫ്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കരിയർ, ബേസിക്കലി കരിയർ, മകരം ലഗ്നം, മകരം രാശിക്കാരുടെ മക്കളുടെ കരിയർ, അത് ശരിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇഫക്റ്റ് ആവുന്നത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കാരണമാണ്, വെറുതെ മറ്റുള്ളവരെ തിരുത്താൻ പോകുന്നെങ്കിൽ. അതുകൊണ്ട് പ്രൊഫഷൻ വൈസ് ആണെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി നിങ്ങൾക്ക് കിട്ടിയതാണ്. അതിൽ നിങ്ങൾ തെറ്റ് കണ്ടുപിടിക്കേണ്ട ആൾ തന്നെയാണ്. നിങ്ങൾ കാര്യങ്ങളെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന, തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊഫഷനിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതായത് വിവിധ മേഖലകളിൽ അധ്യാപകനായിട്ടും, അതായത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ വ്യക്തിബന്ധങ്ങളിൽ വരുമ്പോൾ 9ാം ഭാവാധിപൻ കൂടി ബുധനായതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഡോക്ടേഴ്സ്, നിങ്ങൾ ഉപദേശമെടുക്കുന്ന ആൾക്കാർ, അത് നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരോ, നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും അഡ്വൈസ് എടുക്കാൻ പോകുന്ന ഒരു അക്കൗണ്ടൻറ്റോ, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ആരുടെ അടുത്തു നിന്നാണോ നിങ്ങളൊരു ഉപദേശം, ഒരു സജഷൻ ചോദിക്കുന്നത്, അവരുടെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ പോയാൽ ഈ കർമ്മഫലം റിഫ്ലക്റ്റ് ആവുന്നത് ബുധൻ്റെ കാരകത്വങ്ങൾക്കായിരിക്കും. അതിൽ പ്രധാനമായിട്ടും ബുധൻ്റേത് നമ്മൾ കുട്ടികളായിട്ടും മറ്റൊന്ന് സഹോദരന്മാരായിട്ടും കാണുന്നുണ്ട്. കൂടാതെ ചെറുപ്പക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ കരിയറിനെ തീർച്ചയായിട്ടും ബാധിക്കും. 6ാം ഭാവാധിപൻ കൂടിയാണ് കാര്യം. അതായത് ഓരോ രാശിയിൽ നമ്മൾ ജനിക്കുമ്പോഴും ലഗ്നത്തിൽ ജനിക്കുമ്പോഴും ഇവിടെ കോമൺ ആയിട്ട് പറയുന്നതാണ് വ്യാഴം മകരത്തിലുണ്ടാകുമ്പോൾ, സൂര്യൻ മകരത്തിലുണ്ടാകുമ്പോൾ, മകരം ലഗ്നം വന്നപ്പോൾ, അതുപോലെ മകരത്തിൽ ചന്ദ്രരാശി മകരമാണെങ്കിൽ ഒക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം ഉയർച്ച കിട്ടുന്ന ഒരു രാശി തന്നെയാണ് മകരം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ചെറുപ്പം തൊട്ടേയുള്ള നമ്മുടെ ശീലം എന്താണ്? ബുധൻ്റെ 6ാം ഭാവം മിഥുനം എന്നത് നമ്മുടെ ചെറുപ്പം തൊട്ടേയുള്ള ശീലമാണ്. നമ്മൾ ഒരുപാട് കളിയാക്കുന്ന ആളാണോ? പ്രത്യേകിച്ച് നിങ്ങളുടെ മിഥുനത്തിൽ ചൊവ്വേണ്ടെന്ന് വിചാരിക്കുക, ആക്ഷേപഹാസ്യം പറയുന്ന ഒരാളാണോ? എല്ലാവരെയും, അതായത് മറ്റു വ്യക്തികളുടെ ചില പോരായ്മകൾ, കുറ്റങ്ങൾ കണ്ടെത്തി അത് കേൾക്കുന്ന ആൾക്കും പ്രശ്നമില്ലായിരിക്കാം. ആരെ പറ്റിയാണോ നിങ്ങൾ തമാശ പറയുന്നത് അദ്ദേഹവും അത് വളരെ നോർമലായിട്ട് തമാശയായിട്ട് എടുക്കുന്നുണ്ടാകാം. പക്ഷേ അതൊരു കർമ്മമായിട്ട് അവിടെ ഭവിക്കുന്നുണ്ട്. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിലായിരിക്കും. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഒരു രാശിയിൽ, ഒരു ലഗ്നത്തിൽ ജനിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യാൻ തുടങ്ങിയാൽ, കൂടാതെ ബോധപൂർവം നമ്മൾ ഇത്തരം തെറ്റുകൾ ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മുടെ കരിയറും ഡെവലപ്പാവും. ഇത് 6ാം ഭാവാധിപൻ ബുധനായതുകൊണ്ടും നാച്ചുറൽ സോഡിയാക്കിലെ 6ാം ഭാവം കന്യായിട്ട് നിങ്ങളുടെ 9ാം ഭാവമായിട്ട് വന്നതുകൊണ്ടും നിങ്ങൾക്ക് ആ രോഗം എന്നൊരു കാര്യം, അതിൽ നിന്നും ഒരു ശാന്തി ഉണ്ടാകും. അല്ലാതെ കോമൺ ആയിട്ട് മകരം ലഗ്നക്കാർക്ക്, മകരം രാശിക്കാർക്ക്
അഷ്ടമഭാവം വളരെയധികം അഗ്നിതത്വമുള്ള സൂര്യൻ്റെതാണ്. പൈൽസിൻ്റെ അസുഖങ്ങൾ വരാനായിട്ടും അതുപോലെ ഈ സൂര്യനും ചൊവ്വയുമായിട്ടുള്ള കണക്ഷനൊക്കെ ജാതകത്തിൽ ഉണ്ടെങ്കിലും ശുക്രൻ്റെ ഒരു സ്വാധീനവും അഷ്ടമഭാവവുമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതിപ്പോൾ നിങ്ങളുടെ ലഗ്നവുമായിട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നമാണെങ്കിലും അതുപോലെ പ്രൈവറ്റ് പാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളാണെങ്കിൽ യൂട്രസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വരാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കുക, ശനി എന്നത് കാലം തന്നെയാണ്. ഇപ്പോൾ ഓരോ രാജാവും ഒരുപാട് വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ പണിയുമ്പോൾ, വലിയ വലിയ കോട്ടകളൊക്കെ പണിയുമ്പോൾ എൻ്റെ മകനും മകനും തലമുറകൾ ഓർത്തു നിൽക്കാൻ, എന്നെപ്പറ്റി ഓർക്കാൻ, തലമുറകളിലേക്ക് ഇത് പകർന്ന് കൊടുക്കാനായിട്ട്, അതായത് ഈ പാരമ്പര്യം അറിയാനായിട്ട് ഞാൻ ഇത് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ രാജ്യത്തിന് ചെയ്തുള്ള കോൺട്രിബ്യൂഷൻ എന്നത് എൻ്റെ കുടുംബം, എൻ്റെ ആ പരമ്പര അറിയപ്പെടും എന്ന രീതിയിൽ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേയുള്ള ഉദ്ദേശങ്ങളോടെ പണിയിച്ച സ്മാരകങ്ങളും ഉണ്ടാകും. പക്ഷേ ഇന്ന് നമ്മൾ ആ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ കാണാനും കോട്ടകൾ കാണാനും ഒക്കെ നമ്മൾ ഒരു ഫീസ് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നു. അപ്പോൾ ആ ശനിയുടെ പോക്ക് നോക്കൂ. അന്ന് രാജാവ് വിചാരിച്ചത് ഇതേ രാജകീയ പാരമ്പര്യം തന്നെയായിരിക്കും തുടരുന്നത്. ഈ കോട്ടകൾ പണിയുമ്പോഴും, ഈ വലിയ കൊട്ടാരം പണിയുമ്പോഴും. ഇന്ന് നമ്മൾ കൊട്ടാരങ്ങളിലേക്ക് ഒരു ഫീസ് അടച്ചിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് അത് കാണാൻ പോകുന്നു. ഒരിക്കലും ആ രാജാവ് വിചാരിച്ചിട്ടുണ്ടാവില്ല അന്ന് ഞാൻ ഈ പണിയുന്നത് സാധാരണക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഇത് കാണാൻ വരുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. അതാണ് ശനി. അപ്പോൾ ഒരാൾ മകരം രാശിയിൽ ജനിക്കുമ്പോൾ, മകരം ലഗ്നം ഒരാൾക്ക് ലഭിക്കുമ്പോൾ, ഒരാളുടെ വ്യാഴം മകരത്തിലിരിക്കുമ്പോൾ, ചൊവ്വ സൂര്യൻ ആത്മകാരക ഗ്രഹം ഇതൊക്കെ മകരത്തിലിരിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ വ്യക്തി പവർ നേടാനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഭാവി നിശ്ചയിക്കുന്നത് ഈ ജന്മത്തിൽ ഈ മൈന്യൂട്ടായിട്ടുള്ള കർമ്മങ്ങൾ പോലുമാണ്. നിങ്ങളുടെ കുട്ടി മകരം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുധൻ്റെ രാശിയെപ്പറ്റി, അതായത് ആക്ഷേപഹാസ്യം എന്നൊരു കാര്യം ഇന്ന് തമാശയാണ്. പക്ഷെ എങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുട്ടി കാണുന്നു, എങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, എത്രമാത്രം സത്യസന്ധതയുണ്ട്, ഈ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദിനചര്യ, അത് 6-ാം ഭാവമാണ്. അതായത് ഡെയിലി റുട്ടീനിൽ എന്താണ് വരുന്നത്, നമ്മുടെ ജോലിയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നു വരുന്നു എന്നത് നമ്മുടെ ദിനചര്യയാണ്. ആ ദിനചര്യയെ കൂടി നമ്മുടെ സംഭാഷണങ്ങൾ ബാധിക്കും. അപ്പോൾ എപ്പോഴും ശനിയുടെ കർമ്മങ്ങൾ എന്നത് അങ്ങനെ പുറമെ കാണില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മം എന്നത് നമ്മുടെ ഉദ്ദേശ്യശുദ്ധിയാണ്. നമുക്ക് ഒരു വിഭാഗം ജനങ്ങൾ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടുന്നത് കാണാനുള്ളൊരു ശക്തി ഉണ്ടാവില്ല. അവിടെ എത്തി നമുക്ക് അവിടെ എങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കും എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു കഴിവും കാര്യവും നമുക്കില്ലാത്ത ഒരാളായിരിക്കാം നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്യാണ് നമ്മുടെ പല പ്രശ്നങ്ങൾ കൊണ്ടും. പക്ഷെ നമുക്ക് ആ ഉദ്ദേശ്യശുദ്ധി എന്നത്, നമ്മുടെ ആ ഒരു വിഭാഗം ആൾക്കാരോടുള്ള നമ്മുടെ അനുകമ്പ, സ്നേഹം എന്നത്, ഒരു പ്രാർത്ഥന എന്നത്, നിങ്ങൾ പ്രത്യേകിച്ചും മകരം ലഗ്നം, മകരം രാശി, പിന്നെ ഞാൻ ഈ പറഞ്ഞ ആത്മകാരക ഗ്രഹം മകരത്തിലുണ്ടാകുമ്പോൾ, സൂര്യൻ ചൊവ്വ വ്യാഴം എന്നിവയൊക്കെ മകരത്തിലുണ്ടാകുമ്പോൾ ആ ഒരു നല്ലൊരു ചിന്ത മാത്രം മതി നിങ്ങൾക്ക് നല്ല ഫലം തരാനായിട്ട്. നല്ല ചിന്തകൾക്ക് സമൂഹത്തിലേക്ക് നമുക്ക് നേരിട്ടിറങ്ങി ചെന്ന് സഹായിക്കാൻ കഴിയില്ലെങ്കിലും ശനി പാവപ്പെട്ടവരെ കാണിക്കുന്നു, രോഗികളെ കാണിക്കുന്നു. അതായത് ആ ഒരു പ്രാർത്ഥന, ആ ഒരു നല്ല മനസ്സ്, അത് ഉള്ളിൽ നിന്ന് അത് വരുന്നുണ്ട്. അത് വലിയൊരു നല്ല കർമ്മമാണ്. അതുകൊണ്ട് ശനി എപ്പോഴും, പ്രത്യേകിച്ച് ശനിയും കേതുവും തമ്മിൽ ഒരു കൺജങ്ഷൻ, ഒരു യുതി നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണോ എത്രമാത്രം നന്മയാണോ കൊടുക്കുന്നത് അത് 10 മടങ്ങായിട്ട് 36-ന് ശേഷം തിരിച്ചു വരും. പതുക്കെയാണ് ശനി തരിക. പക്ഷെ അതിനിടയിലുള്ള സംഘർഷങ്ങൾ എന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വരെ പറ്റില്ല. അതുപോലെ മകരത്തിൻ്റെ അഷ്ടമം എന്നത് സൂര്യൻ്റെ രാശിയാണ്. അതായത് പൊതുവെ ശനിയും സൂര്യനും തമ്മിൽ അത്ര നല്ല റിലേഷനിലല്ല എന്ന് പറയും. സൂര്യൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയാൽ, സ്വയം ജ്വലിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന സൂര്യനാരായണൻ. നമ്മളെപ്പോഴും സൂര്യനെ പറ്റി പറയുമ്പോൾ ഈഗോ ഉള്ള ഒരു ഗ്രഹമായിട്ടാണ് സൂര്യനെ പറയുന്നത്. അതായത് സ്വയം ജ്വലിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശം. അപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ വരുമ്പോൾ, മകരത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് സൂര്യൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചാലും ഒക്കെ ആ ഈഗോ എന്നത്, ഞാൻ എന്നത്, അതുപോലെ എന്നെ എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ചിന്ത, ഇതൊക്കെ വലിയ ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും സൂര്യനെ ഒന്നും മനസ്സിലാക്കേണ്ടത്, സൂര്യപ്രകാശം എന്നത് എവിടേക്കും എത്തുന്നതാണ്.
അതായത് സൂര്യൻ അങ്ങനെ ഒരു വിവേചനം ചെയ്യുന്നില്ല. അതായത് സൂര്യൻ്റെ പ്രകാശം എന്നത് ഇപ്പോൾ ഒരു ചവറ്റുകുട്ടയിലേക്കാണെന്ന് വിചാരിക്കുക. ചവറ്റുകുട്ടയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാരണം അവിടെയും സൂര്യപ്രകാശം എത്തുന്നുണ്ട്. അതായത് എല്ലാ വൃത്തികേടുകളിലേക്കും അഗാധതയിലേക്കും ഒക്കെ സൂര്യപ്രകാശം എത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നതും സൂര്യൻ വിവേചനം കാണിക്കുന്നില്ല എന്നാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നത് അത് പ്രത്യേകതയാണ്. ഞാൻ ഉണ്ട് നിയന്ത്രിക്കാൻ, എനിക്ക് ജ്ഞാനമുണ്ട്, ഞാൻ ഇത്രയും ത്യാഗം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഭാവമാണ് ആ ഈഗോ ആയിട്ട് കാണുന്നത്. അതായത് ഞാൻ എന്തെങ്കിലും ആണ്, എനിക്കിന്ന ജ്ഞാനമുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന പോലീസ് ഓഫീസറാണ് എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് താഴെയുള്ള ആൾക്കാർക്ക് ഓർഡർ കൊടുക്കാനും കഴിയുള്ളൂ. ഫോൾസ് ഈഗോ എന്നത്, മിഥ്യാബോധം എന്നുള്ള ഒരു മിഥ്യ ആയിട്ടുള്ള ഒരു ഈഗോ തരുന്നത് അത് രാഹുവാണ്. പക്ഷേ മകരം ലഗ്നക്കാർക്ക് ഒരു അഷ്ടമഭാവാധിപൻ സൂര്യനായാൽ പോലും ഈ ഒരു സൂര്യൻ്റെതായിട്ടുള്ള വിനയം ആവശ്യമാണ്. ജീവിതത്തിലെ സംഘർഷങ്ങളായാലും, കാരണം ശനി വളരെ പതുക്കെയാണ് തരുന്നത്. ആ മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ രാശിയിലും ജനിക്കുന്നത്. ഉദാഹരണത്തിന് ശനി മകരത്തിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോഴും കാര്യങ്ങൾ വളരെ സ്ലോ ആയിരിക്കും. ശനി ഒരിക്കലും നിഷേധിക്കില്ല. നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അത് തരും. പക്ഷേ ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് അത് പലപ്പോഴും തരുന്നത്. മകരത്തിൻ്റെ 12ാം ഭാവം എന്നത് അപൂർവജന്മ പുണ്യം എന്നത്, ഭാഗ്യം എന്നത്. 12ാം ഭാവം ധനുവായതുകൊണ്ട് ചില ആൾക്കാരെ നിങ്ങൾക്ക് കാണാം, അവർ നല്ല കുടുംബത്തിൽ ജനിക്കുന്നു, ജ്ഞാനമാർഗത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക് ചെറുപ്പത്തിലേ എത്തുന്നു. അത് വളരെ ഒരു അഡ്വാൻറ്റേജാണ്. പലപ്പോഴും ഈ ഒരു ജ്ഞാനം, അതുപോലെ അമ്പല സന്ദർശനങ്ങൾ, ദാനധർമ്മങ്ങൾ എന്നൊരു കാര്യം മിസ്സാവാറുണ്ട് മകരം എന്നൊരു രാശിക്ക്. കാരണം 12ാം ഭാവാധിപൻ വ്യാഴമായതുകൊണ്ട്, 3ാം ഭാവവും മീനമായതുകൊണ്ട് പലപ്പോഴും ഈ അമ്പലങ്ങളിലേക്ക്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് പ്രത്യക്ഷമായിട്ട് അനുഭവമില്ലാത്ത ഒരു കാലത്തോളം, അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇന്ന വീഡിയോ കാണിച്ചിട്ടോ ഇന്ന ഭഗവാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന തെളിവുകൾ ഇവർക്ക് മുന്നിൽ എത്താത്തതുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാറുമില്ല. ഇവിടെ കൂടുതലായിട്ടും ചൊവ്വയുടെ സ്വാധീനമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരാശക്തികളോടുള്ള ഒരു അടുപ്പം കുറവായിരിക്കും. കൂടാതെ അധ്വാനത്തിൽ മാത്രം വിശ്വസിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരുപാട് അധ്വാനിച്ചു, പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ജോലിസ്ഥലത്തുള്ള ഒരുപാട് ഉയർച്ച താഴ്ചകൾ, ഇത് വരുമ്പോൾ ചിലപ്പോൾ അത് ചിന്തിക്കും എന്തുകൊണ്ടാണെന്നത്. അപ്പോഴാണ് ആ വ്യാഴത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ധനു എന്നത് ഭാഗ്യമാണ്. എത്രമാത്രം നമ്മൾ ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് രാശി ധനുവാണ്. മകരത്തിൻ്റെ ഭാഗ്യസ്ഥാനം എന്നത് കന്നിയാണ്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ, അതായത് നമ്മുടെ തന്നെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ചിലവഴിക്കുന്നത്, അതായത് പൂർവ്വജന്മ പുണ്യത്തിൻ്റെ അക്കൗണ്ട്. മറ്റൊന്ന് പൂർവ്വജന്മ പുണ്യപാപങ്ങളെ കാണിക്കുന്നത് ശുക്രൻ്റെ രാശിയായിട്ടുള്ള ഇടവമാണ്. ഇടവം എന്നത് പണമാണ്, റിസോഴ്സസാണ്, അസറ്റ്സാണ്, നമ്മുടെ വാണിയാണ്. അപ്പോൾ 10ാം ഭാവവും ശുക്രൻ്റെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ, നിങ്ങളുടെ സ്വന്തം കുടുംബത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്താതെ നിരന്തരം ഈ ജീവിത പങ്കാളിയുമായിട്ടും അല്ലെങ്കിൽ സ്ത്രീജനങ്ങളുമായിട്ടും സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ടും നല്ല രീതിയിൽ സംസാരം, അതുപോലെ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ വൈകാരികമായിട്ടാണെങ്കിലും ആ ഒരു സിൻസിയറായിട്ടുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കർമ്മക്ഷേത്രത്തിൽ അത് പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര പരിഹാരം ചെയ്തിട്ടും കാര്യമില്ല. കാരണം ആ ശുക്രൻ എന്നൊരു ഗ്രഹം വളരെയധികം മകരം രാശിക്കാർക്ക് പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ശനിയുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് ശുക്രനും ബുധനും ഒക്കെ. അതുകൊണ്ട് വളരെ എളുപ്പവുമാണ് പരിഹാരങ്ങൾ ചെയ്യാനും. ഈ പറയുന്ന പെരുമാറ്റങ്ങൾ, നമ്മുടെ വാണിയെ നിയന്ത്രിക്കുക എന്നത്, ഇത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ, കുറ്റപ്പെടുത്താത്ത രീതിയിൽ സംസാരിക്കുക എന്നത് ചെറുപ്പത്തിലെ ഈ പ്രാക്ടീസസ് വളരെ നല്ലതായിരിക്കും. ഇവിടെ രാഹുവിൻ്റെ ഒരു സാമർഥ്യം ഫലിക്കാത്ത രാശിയാണ് മകരം എന്നത്. ഇവിടെ ഒരിക്കലും ശനിയുടെ മാത്രമേ നടക്കൂ. ചൊവ്വയുടെ ഡിസിപ്ലിൻ, സൂര്യൻ്റെ ഡിസിപ്ലിൻ, സൂര്യൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, പങ്ക്ച്വാലിറ്റി, വ്യാഴത്തിൻ്റെ ജ്ഞാനമാണെങ്കിൽ പോലും, ശനിയുടെ അധ്വാനമാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഫലം തരും. പക്ഷേ രാഹുവിൻ്റെ ഒരു കണ്ണിങ്നെസ് ഇവിടെ വലിയ അസുഖങ്ങൾ കൊണ്ടുതരും. അത് ശനിയുടെ മുന്നിൽ അത് നടക്കില്ല. എത്ര സാമർഥ്യം കാണിച്ചിട്ട് എത്ര സമ്പാദിക്കും, അല്ലെങ്കിൽ സാമർഥ്യത്തിലൂടെ സംസാരിച്ചിട്ട് കാര്യം നേടാനായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള പെരുമാറ്റങ്ങളും
ഞാനിവിടെ പോകുന്നു, ഇന്ന ആളെ ആശ്വസിപ്പിക്കുന്നു. അതായത് എനിക്കൊരു വില കിട്ടണം, ഇന്ന ആൾ വന്നിട്ട് സഹായിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ വരുന്നുണ്ട്, ആശ്വാസമായിട്ട് വരുന്നുണ്ട്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. എത്ര കാലം ഇത് ഫേക്കായിട്ട് കാണിക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന നന്മയാണെങ്കിൽ തീർച്ചയായിട്ടും തരും. പക്ഷേ രാഹു എപ്പോഴും ഷോ ഓഫാണ് തരുന്നത്. അതുകൊണ്ട് രാഹുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല. അതേസമയം ആരാണോ ഇതേ രാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്, ധനപരമായിട്ടുള്ള സഹായമാണെങ്കിലും ശരീരം കൊണ്ട് ചെന്ന് സഹായിക്കുന്നതാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും പാപഗ്രഹങ്ങൾ അങ്ങനെ തന്നെയാണ് ഫലം തരുന്നത്. പക്ഷേ ഈ ഒരു 12ാം ഭാവം വ്യാഴത്തിൻ്റെതായതുകൊണ്ട്, 9ാം ഭാവം ബുധൻ്റെതായതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം. വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ള പുണ്യത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സും അഡ്വൈസേഴ്സും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ജാതകത്തിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഗുരുചണ്ഡാല യോഗം കൂടിയുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഡോക്ടേഴ്സ് ഒരു പക്ഷേ സമയത്തിന് ആ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമായിട്ട് കാണണ്ട. നമ്മുടെ ജാതകത്തിലെ കോമ്പിനേഷനാണ്. ആ ഗ്രഹം വിചാരിക്കണം, അപ്പോഴേ നമുക്ക് ആ കാര്യങ്ങൾ ശരിയായിട്ട് വരികയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള സമയങ്ങൾ, ആ ഒരു പ്രാരാബ്ധം നമ്മൾ കഴിയുമ്പോൾ, അത് പ്രത്യേകിച്ച് ഈ വ്യാഴത്തിന് അതുകൊണ്ടാണ് പ്രീതിപ്പെടുത്തേണ്ടത് മകരം രാശിക്കാർ, മകരം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ പലപ്പോഴും ഈ വിശ്വാസം എന്ന കാര്യത്തിൽ ഒരു സംശയം വരാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഫലം? തെളിവുകൾ വേണം. അപ്പോൾ ഈ ഒരു വിശ്വാസം എന്നൊരു കാര്യം അനുഭവിച്ചറിയേണ്ടതാണ്. അതായത് നിങ്ങൾ ഒരാളോട് പറയുകയാണ് ഈ മാമ്പഴം നല്ല രുചിയാണ്, അപ്പോൾ അദ്ദേഹം ചോദിക്കും എത്ര രുചിയുണ്ട്, അപ്പോൾ പറയുകയാണ് നല്ല രുചിയുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കുമ്പോൾ എന്താ പറയുക, ഒന്ന് കഴിച്ചു നോക്കൂ, എന്നാലേ അതിൻ്റെ ഒരു രുചി അറിയുകയുള്ളൂ. അതുപോലെയാണ് ആധ്യാത്മികത. നമ്മൾ എത്രമാത്രം ആ തപമാണ് 12ാം ഭാവം വ്യാഴത്തിൻ്റേതെന്നത്. അതുപോലെ 3ാം ഭാവം എന്നത് നമ്മുടെ പരിശ്രമമാണ്. മോക്ഷരാശി നിങ്ങളുടെ പരിശ്രമ ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യാഴത്തെ ചൊല്ലിയിട്ടുള്ള പരിശ്രമം എങ്ങനെയാണ്? നിങ്ങൾ കുറേ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചു, പക്ഷേ അതിനെയൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മോഡിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിപരീത ഫലങ്ങൾ ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ തരും. കാരണം വ്യാഴം എന്നത് സന്താനങ്ങളെ കൂടി, ജീവിതത്തിൻ്റെ സുഖത്തെ, ഒന്നുമില്ലെങ്കിലും നമുക്കൊരു സുഖം, ഒരു ആനന്ദം എന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് ആനന്ദം നേടാനാണ്, സന്തോഷം നേടാനാണെന്ന് മറ്റൊരു തരത്തിൽ പറയാം. അതിനാണ് എല്ലാ കാട്ടിക്കൂട്ടലുകളും. പക്ഷേ ഈ ആനന്ദം എന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല, കുറച്ചുകൂടി ആധ്യാത്മികമായിട്ട് അതിനുവേണ്ടി തപം ചെയ്താലും, മകരം പ്രോമിനൻ്റ് ആണെങ്കിൽ തപം തന്നെ ചെയ്യണം. അപൂർവ ജന്മത്തിലെ പുണ്യങ്ങൾ നിങ്ങൾക്ക് കുറവാണെങ്കിലാണ് പറയുന്നത്. ഓൾറെഡി നല്ല പുണ്യമുള്ള ആൾക്കാർ നല്ല കുടുംബത്തിൽ ജനിക്കുകയും വളരെ പെട്ടെന്ന് അവരുടെ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ പുണ്യമില്ലാത്ത ആൾക്കാർക്ക് ഈ പുണ്യം കുറയുമ്പോഴാണ് തീർച്ചയായിട്ടും 36-ന് ശേഷം ഗ്രോത്തും ഉണ്ടാവില്ല. 36-ന് ശേഷം ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കേണ്ടി വരിക, ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ താമസിക്കേണ്ടി വരിക, ഒട്ടും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, മറ്റെന്തുണ്ടെങ്കിലും ഇത് ആ സന്തോഷം എന്ന കാര്യം മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇന്നത് ചെയ്തേ പറ്റൂ, ഇന്നത് ചെയ്യണമെന്ന് പറയില്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ്. അപ്പോൾ 12ാം ഭാവാധിപനും 3ാം ഭാവാധിപനും വ്യാഴമാകുമ്പോൾ എത്രമാത്രം തപം ചെയ്യുന്നു. കലിയുഗത്തിൽ നമുക്ക് തപം ചെയ്യാം നമ്മുടെ വീട്ടിലിരുന്നിട്ട്, ഒരു ഗുരുവിനെ സമീപിച്ച് പെർട്ടിക്കുലർ ടൈമിൽ അദ്ദേഹം പറയുന്ന ജപങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ സിസ്റ്റമാറ്റിക്കലി പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കരിയറും ലഭിക്കും, കുടുംബസുഖവും ലഭിക്കും, മുന്നോട്ട് പോകാനും പറ്റും. അതുമാത്രമല്ല, ഒരു തരത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പുണ്യം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അനുഭവിച്ചു. കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മക്കളൊക്കെ പ്രായമായി വരുമ്പോൾ അവർക്ക് ഇഷ്യൂസ് കാണുന്നത്. കാരണം മക്കൾ എന്നത് നമ്മുടെ സൃഷ്ടിയാണ്, നമ്മുടെ ക്രിയേഷനാണ്, നമ്മുടെ ഒരു ഫലം എന്ന് പറയാം, കർമ്മഫലം എന്ന് പറയുന്നത് പോലെ ഒരു ഫലമാണ്. ആ ഫലം, ആ ഫ്രൂട്ട്, ആ ഒരു സൃഷ്ടി എന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടും അവിടെ റിഫ്ലക്റ്റ് ആവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന സന്താനങ്ങളും നമ്മുടെ പൂർവ്വജന്മ പുണ്യപാപത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാതകത്തിൽ ബുധൻ മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ, ശുക്രനും ബുധനും വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ജാതകത്തിലെങ്കിൽ, ഇവരുടെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡർ ഉള്ള കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റീസ്, തൈറോയിഡ് പ്രശ്നങ്ങളുള്ള കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ഒരു പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളെ കാണിക്കുന്നു. ഈ ജന്മത്തിൽ നമുക്ക് മക്കളുടെ ഒരു ലൈഫ് സമ്പാദിച്ചു വയ്ക്കുന്നതിനേക്കാളും എങ്ങനെ അവർക്ക് ആരോഗ്യമുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ അവർക്കുള്ള കരിയറിൽ അവർക്ക് എങ്ങനെ ഒരു
ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. എങ്ങനെ അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാം. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമ്മളിവിടെ പിതൃദോഷത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷെ മകരം എന്ന ഒരു രാശി അത് കർമ്മസ്ഥാനമായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ ചൊല്ലിയിട്ടുള്ള ചില കർമ്മങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 7ാം ഭാവം എന്നൊരു കാര്യം, ചന്ദ്രൻ ഓരോ 2.25 ദിവസവും മാറുന്ന രാശി മാറുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും ഒരു വെല്ലുവിളി പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം സ്റ്റെബിലിറ്റി തരുന്നതും ഈ ശനി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളുമായിട്ടും പൊരുത്തപ്പെട്ട് പോകാൻ നോക്കും. ജീവിത പങ്കാളി അവരുടെ മൂഡ് ഫ്ലക്ച്വേഷനോ അവരുടെ ജനറലായിട്ട് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ജാതകങ്ങൾ, അവരുടെ പ്രാരാബ്ധം, ധാരകാരക ഗ്രഹം, അവരുടെ 7ാം ഭാവാധിപതി, ഇതിനനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത്. ജനറലി പറയുകയാണെങ്കിൽ സ്ഥിരതയുള്ള നിങ്ങൾ അസ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉറപ്പിക്കുമ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാരീഡ് ലൈഫിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളെയും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു സംസാര രീതി പാർട്ട്ണർക്ക് പലപ്പോഴും ഇഷ്ടമാവാറില്ല. 2ാം ഭാവാധിപനും ശനിയാണ്. അതായത് പറയുമ്പോൾ മാരീഡ് ലൈഫിൽ ശുക്രനാണ് മാരീഡ് ലൈഫിൻ്റെ ഒരു കാരക ഗ്രഹമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗമ്യമായിട്ടുള്ള സംസാരം എന്നത് മറ്റുള്ളവരെ അങ്ങനെ വിഷമിപ്പിക്കാതെ അതിനെ ഒരു തരത്തിൽ മയത്തിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളും ഒഴിവാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ലഗ്നം, നമ്മുടെ 2ഉം 3ഉം ഭാവങ്ങളിൽ നമ്മുടെ സംസാര ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ ആരാണ്, അവിടേക്കുള്ള ദൃഷ്ടി, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സംസാരം വരുന്നത്. പക്ഷെ ജനറലി പറഞ്ഞതാണ് മകരം എന്നതിൻ്റെ 2ാം ഭാവം എന്നത് ശനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരിക്കലും നിങ്ങൾ കളവ് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല, സത്യം മറച്ചു വയ്ക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. ഇത് ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ പൊതുവെ ഏത് നക്ഷത്രമാണെങ്കിലും, ഇവിടെയുള്ള ഉത്രാടമാണെങ്കിൽ ശരിക്കും അത് പൊസിഷൻ തരുന്ന നക്ഷത്രമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ആ ഒരു ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ്. പക്ഷെ അതും നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രാരാബ്ധം തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഗൈഡൻസ് ജീവിതത്തിന് തുടക്കത്തിൽ കിട്ടണമെങ്കിൽ പോലും നമ്മുടെ ജാതകത്തിൽ വ്യാഴം 9ാം ഭാവാധിപൻ നല്ലതായിരിക്കണം. എന്നാലേ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്ന് ജനിക്കുകയും അല്ലെങ്കിൽ ജനിച്ച സാഹചര്യം നല്ലതല്ലെങ്കിൽ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, നമ്മളെ ഉയർത്താനായിട്ട് ഒരാൾ വരാൻ ഒരു കാരണമാകണമെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു 9ാം ഭാവം അതുപോലെ വ്യാഴം നല്ലതായിരിക്കണം. അപ്പോൾ മകരം എന്നത് സ്ഥിരത തരാൻ സഹായിക്കുന്ന ഒരു രാശിയാണ്. നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ ഈ മകരം വന്നാലും മകരത്തിന് ഇതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതിന് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ മകരം എന്നൊരു രാശിയെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ തന്നിരിക്കുന്നു. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു, ഏത് ദശാകാലങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, നിങ്ങളുടെ ലഗ്നം, ചന്ദ്രരാശി, സൂര്യരാശി, ആത്മകാരക ഗ്രഹം, നിങ്ങളുടെ ലഗ്നാധിപൻ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട്, ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട്, പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് വ്യത്യസ്ത ഫലങ്ങൾ വന്നു ചേരുന്നത്. ജനറലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്, വളരെ വളരെ ചെറിയ ഒരു ഭാഗമാണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.